ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗപ്പികളുടെ ഒരു ക്രോസ് ബ്രീഡിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് വെറൈറ്റി ഗപ്പികളാണ്. ഒന്ന് നമ്മുടെ മോസ്കോ വയലറ്റും മറ്റേത് ആൽബിനോ സ്നോ വൈറ്റും. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഗപ്പി ക്രോസ് ബ്രീഡിംഗ് വീഡിയോയാണ്. അപ്പോൾ ഈ രണ്ട് ഗപ്പികളെ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ കാരണം ഒന്ന് നല്ല ഡാർക്ക് കളറും മറ്റൊന്ന് തൂവെള്ള കളറുമാണ്. അപ്പോൾ ഇത് രണ്ടും ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ എങ്ങനത്തെ കുഞ്ഞുങ്ങളായിരിക്കും എന്നറിയാനായിട്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് വെറൈറ്റി ഗപ്പികളെ ആദ്യത്തെ ക്രോസ് ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. ഏകദേശം 5 മാസം എടുത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ 5 മാസം കൊണ്ടെടുത്ത വീഡിയോ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ രണ്ട് മീനുകളെ സെലക്ട് ചെയ്ത് അവരെ ബ്രീഡിങ്ങിനിട്ട് അത് പ്രസവിക്കാറായി, കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി അഡൾട്ട് സ്റ്റേജിലേക്കൊക്കെ എത്താനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഏകദേശം ഒരു 5 മുതൽ 6 മാസം വരെ സമയം എടുക്കും. അപ്പോൾ അതാണ് ഇത്രയും കാലതാമസം എടുക്കുന്നത്. അപ്പോൾ ആ എല്ലാ പല സമയത്തുള്ള വീഡിയോകളെല്ലാം തന്നെ ഞാൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ മെയിലായിട്ട് എടുത്തിരിക്കുന്നത് ആൽബിനോ സ്നോ വൈറ്റിനാണ്. ഇതൊരു ആൽബിനോ വെറൈറ്റിയാണ്. എൻ്റെ കണ്ണ് റെഡ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ ജീൻ ഡോമിനൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കണ്ണ് റെഡായിട്ടുള്ളത് ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫീമെയിലിൻ്റെ മോസ്കോ വയലറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്ലാന്റ് ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വെർജിൻ മോസ്കോ വയലറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് എപ്പോഴോ ഞാൻ 2 കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്തതാണ്. അപ്പോൾ അവരിപ്പോൾ അഡൾട്ട് സൈസിലേക്ക് എത്തി. അപ്പോൾ അതിലൊരെണ്ണത്തിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ക്രോസ് ബ്രീഡിങ്ങിന് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോസ്കോ വയലറ്റിൻ്റെ ഫീമെയിലും ആൽബിനോ സ്നോ വൈറ്റിൻ്റെ മെയിലിനെയും കൂടിയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീമെയിൽ. ഇത് വെർജിൻ ഫീമെയിലാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രോസ് ബ്രീഡിങ് വീഡിയോ ചെയ്യാനായിട്ട് നല്ല പാടാണ്. കാരണം ഇത്രയും സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ആരും അങ്ങനെ ചെയ്യാറില്ല. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഇങ്ങനത്തെ ഒരു സീരീസ് ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. കുറേ മീനുകളെ കാണിച്ചിട്ട് ഇത് ആ വെറൈറ്റിയുടെ ഈ വെറൈറ്റിയുടെയും ക്രോസ് ബ്രീഡാണെന്നൊക്കെ പറയണം. പക്ഷേ അതിന് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ A to Z കാര്യങ്ങൾ മീനുകളെ സെലക്ട് ചെയ്യുന്നത് മുതൽ ബ്രീഡിങ്ങിന് ഇടുന്ന തുടങ്ങി പിന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് അതിൻ്റെ ഗ്രോത്ത് എല്ലാം തന്നെ ഞാൻ ഷോർട്സായിട്ട് അപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മെയിലിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടതായിരുന്നു ആൽബിനോ സ്നോ വൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് മെയിലിനെ പിടിച്ചിട്ട് നമുക്ക് ഫീമെയിലിൻ്റെ നേരത്തെ കാണിച്ച ടാങ്കിലേക്ക്, അതായത് പ്ലാന്റ് ടാങ്കിലേക്ക് തന്നെയാണ് നമ്മൾ ഫീമെയിൽ കിടന്നിരുന്ന ടാങ്കിലേക്ക് തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ മെയിലിനെ നമ്മൾ ഫീമെയിലിൻ്റെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പാരൻസ് കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ഡെൻസിറ്റിയിൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് ബ്രീഡിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന 21 മുതൽ 24 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഫീമെയിൽ പ്രസവിക്കുന്നതാണ്. അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ കാണുന്നത്. മെയിലും ഫീമെയിലും നല്ല രീതിയിൽ പെയറായി നടക്കുന്നുണ്ട്. ഫീമെയിലിൻ്റെ വയറ് ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അർത്ഥം എഗ്ഗായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ 15 ദിവസമായി നമ്മൾ ബ്രീഡ് ചെയ്യാനായിട്ടിട്ട് ഇനി വരുന്ന ഒരു 6-7 ദിവസത്തിനുള്ളിൽ തന്നെ പ്രസവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 20ാമത്തെ ദിവസമായിട്ടുണ്ട്. നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ കാക്ക മീനുകളെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനുകൾ മേളിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫീമെയിലിൽ നിൽക്കുന്ന നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നെറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കോരി ഇതിൻ്റെ എഗ്ഗിൻ്റെ വളർച്ചയൊക്കെ ഒന്ന് വിലയിരുത്താം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെറ്റ് വെച്ച് കോരി നോക്കാൻ നേരത്ത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഗ്ഗ് ലോഡായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ 20 ദിവസമായിട്ടുണ്ട്. ഇനി വരുന്ന ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് 21 മുതൽ 24 ദിവസം വരെയാണ് ഗപ്പികളുടെ പ്രസവ കാലാവധി. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രസവിക്കുന്നതാണ്. അപ്പോൾ വരുന്ന ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ദിവസവും നമ്മൾ കറക്റ്റായിട്ട് ടാങ്ക് ചെക്ക് ചെയ്യായിരുന്നു. അങ്ങനെ കൃത്യം 22ാമത്തെ ദിവസം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. കാരണം നമ്മുടെ ക്രോസ് ബ്രീഡിങ് ഏകദേശം സക്സസ് ആയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇത്രയും ദിവസം നമ്മൾ മീനുകൾക്ക് ഫ്ലേക്സും അർട്ടീമിയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി കുഞ്ഞുങ്ങളെ നമുക്ക് കളക്ട് ചെയ്ത് മാറ്റിയിട്ട് വരുന്ന ഒരാഴ്ചത്തേക്ക് ലൈഫ് ഫുഡ്സ് തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തിയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ടെയിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ടെയിലിൻ്റെ ടിപ്പിൽ നമുക്കൊരു ബ്ലാക്ക് കളറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വളർന്ന് വലുതായി കഴിഞ്ഞാലേ കറക്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് മാറ്റുകയാണ്. മറ്റൊരു ടാങ്കിലേക്കാണ് മാറ്റാൻ പോകുന്നത്.
മറ്റൊരു ടാങ്ക് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ലൈഫ് ഫുഡ്സൊക്കെ ഇട്ട് കൊടുക്കാൻ നേരത്ത് ഒരു ചെറിയ ടാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റേജിൽ അവർക്ക് പോയി എടുക്കാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ മാക്സിമം ഗ്രോത്ത് കിട്ടുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് പറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഏകദേശം 25ഓളം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ ഇതുപോലൊരു പരന്ന പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 10 ലിറ്റർ വെള്ളം മാത്രം കൊള്ളുന്ന ഒരു പരന്ന പാത്രം. അതിനകത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യാണ്. വരുന്ന ഏകദേശം ഒരു 1-2 ആഴ്ചത്തേക്ക് ഈ ടാങ്കിലായിരിക്കും കിടക്കുന്നത്. ഈ ടാങ്കിലിട്ടായിരിക്കും നമ്മൾ ലൈഫ് ഫുഡ്സ് കൊടുക്കാൻ പോകുന്നത്. മൊയിനെയാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്, മൊയിനെയും മോസ്കിറ്റോ ലാർവയും. ടാങ്കിലൊരു ഭംഗിക്ക് വേണ്ടി 2-3 വാട്ടർ പ്ലാന്റ്സിൻ്റെ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലൈഫ് ഫീഡ് കളക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊയിനെ വളർത്തുന്ന സെക്ഷനാണിത്, കൾച്ചർ ചെയ്യുന്ന സെക്ഷനാണിത്. അപ്പോൾ മൊയിന അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ മൊയിനെ അരിച്ച് വേണം കൊടുക്കാനായിട്ട്, കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ. അപ്പോൾ അരിച്ചതിന് ശേഷം നമ്മൾ മൊയിനകളെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗ്രോത്ത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നല്ല രീതിയിൽ ഗ്രോത്ത് വെക്കുന്നുണ്ട്. പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് അങ്ങോട്ട് കയറി വരുന്നില്ല. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ലെങ്കിലും ഹാഫ് ബ്ലാക്ക് പോലെ, അതായത് നമ്മുടെ മോസ്കോ വയലറ്റിൻ്റെ ഫീമെയിലിനെ പോലെയാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു നിരാശ പോലെ തോന്നിയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു കളറ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. എന്തായാലും ഒന്നും പറയാറായിട്ടില്ലല്ലോ, നമ്മൾ ഫീഡിങ് കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ലൈഫ് ഫുഡ്സ് തന്നെ കൊടുക്കുക. ഞാൻ ഗ്രോത്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഴ്ചയിലൊരു 3 ദിവസം വെച്ച് മോസ്കിറ്റോ ലാർവയും കൂടി കൊടുക്കുമായിരുന്നു. കാരണം മോസ്കിറ്റോ ലാർവയുടെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് വെക്കുന്നതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ തള്ള ഫീമെയിലിനെ ഞാൻ ടാങ്ക് ഒന്ന് ചെറുതായിട്ട് മാറ്റിയായിരുന്നു. ഇതിൻ്റെ മെയിൽ ഡെഡായി പോയി. പക്ഷേ ഇവൾ പിന്നെയും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെയും കൂടി സ്ട്രെസ് അടിക്കാതിരിക്കാൻ വേണ്ടി 2 കുഞ്ഞുങ്ങളെയും കൂടി കൊടുത്തിട്ടാണ് ഞാൻ പുതിയൊരു ടാങ്കിലേക്ക് ഇറക്കി വിട്ടത്. അങ്ങനെ കൃത്യമായിട്ട് ലൈഫ് ഫുഡ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഗ്രോത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴുള്ള ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഈ കാണുന്നത്. മാത്രമല്ല വാലിൽ കളർ ഏകദേശം വൈറ്റ് കളർ കയറി വരാൻ തുടങ്ങി. നമ്മുടെ വൈറ്റ് ടക്സിഡോനൊക്കെ പോലെ ഒരു കളർ കയറി വരാൻ തുടങ്ങി. അതായത് എൻ്റെ ഫാദറിൻ്റെ, അതായത് സ്നോ വൈറ്റ് ഫാദറിൻ്റെ ഏകദേശം ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ മാത്രം. പിന്നെ അതിൻ്റെ ഡോർസൽ ഫിന്നിലും അതുപോലെ തന്നെ ടെയിലിലും ഡോർസൽ ഫിന്നിലുമാണ് വൈറ്റ് കളർ കയറി വരാൻ തുടങ്ങിയത്. പക്ഷേ ഹാഫ് ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നമുക്ക് ബ്ലൂ കളർ, അതായത് മോസ്കോ വയലറ്റിൻ്റെ ഒരു ഡാർക്ക് വയലറ്റ് ബ്ലൂ കളറൊന്നും കയറി വരുന്നതായിട്ട് കാണുന്നില്ല. 1 മാസം ആയതുകൊണ്ട് തന്നെ നമ്മളിനി ചെറിയ ടാങ്കിലിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഒത്തിരി കൂടി വലിയ ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ 50 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു പ്ലാന്റ് ടാങ്കിലേക്കാണ് ഇവരെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മുടെ 2ാമത്തെ സീരീസ്, അതായത് ക്രോസ് ബ്രീഡിങ് സീരീസ്, അതായത് പ്ലാറ്റിനം റെഡിൻ്റെ ഫീമെയിലും അതുപോലെ തന്നെ ജപ്പാൻ ബ്ലൂട്ടൈലിൻ്റെ മെയിലിനെയും ക്രോസ് ബ്രീഡിങ് ഇട്ടിരിക്കുന്ന ടാങ്കാണ്. ഇതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മീനുകളെ റിലീസ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ പുതിയ ടാങ്കിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. സൂര്യപ്രകാശം മേത്ത് തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലൂ ഷെയ്ഡ് കയറി, അതായത് വയലറ്റ് ഷെയ്ഡ്, അതിൻ്റെ ഫീമെയിലിൻ്റെ വയലറ്റ് ഷെയ്ഡ് കയറി വന്നായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഒരു ആശ്വാസം ആയത്. കാരണം മിക്സഡ് കളർ കയറി വന്നല്ലോ. പക്ഷേ അത്രക്കങ്ങാട് ഡാർക്ക് ഷെയ്ഡായിട്ട് കയറി വന്നിട്ടില്ല. ജസ്റ്റ് ആ സൺലൈറ്റ് മേത്ത് തട്ടിയപ്പോൾ ഒരു ഷെയ്ഡ് പോലെ കണ്ടെന്നുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി കളർ കൂടുതൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഏകദേശം 1 മാസം പ്രായമായിട്ടുള്ളൂ. ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെമി അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ ഇതിൻ്റെ ഏകദേശം കളർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 1 മാസം ഗ്യാപ്പിനിടയിൽ വേറൊരു കാര്യം കൂടി സംഭവിച്ചു. നമ്മുടെ ഫീമെയിൽ ഒന്നും കൂടി പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിലില്ലാതെ പ്രസവിച്ചതാണ്. ആദ്യത്തെ ബ്രീഡിങ്ങിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തായാലും ഇവരുടെ ഒപ്പം ഇടുന്നില്ല, ഇവരെ വേറൊരു ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ സേഫായിട്ട് മറ്റൊരു ചെറിയൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവർ ഗ്രോത്ത് ആവുന്ന അനുസരിച്ച് നമ്മൾ വലിയ ടാങ്കിൽ നേരത്തെ ചെയ്ത പോലെ വലിയ ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 2.5 മാസം കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ കളർ കയറി വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. ബ്ലൂ കളർ, അതുപോലെ തന്നെ വൈറ്റ് കളർ, ഇയറിൽ വരെ വൈറ്റ് കളർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു ചെറിയൊരു ബ്ലാക്ക് പാത്രത്തിലെടുത്തിട്ട് കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് പാത്രത്തിലിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബ്യൂട്ടി നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഒരു അടിപൊളി കളറുള്ള ഗപ്പികളായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ബ്ലാക്കും വൈറ്റും വയലറ്റും ഈ 3 കളറും കൂടി ഒരു അടാറ് കോമ്പിനേഷനിലാണ് നമുക്ക് ഗപ്പിയെ കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പാരൻസിൻ്റെ എല്ലാ കളറും കയറി വന്നിട്ടുണ്ട്. നമ്മൾ ആ വെയിലത്തേക്ക് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ആ വയലറ്റ് ഷെയ്ഡ് കുറച്ചും കൂടി വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, നല്ലൊരു കോമ്പിനേഷൻ, 3 കളറും കൂടിയ നല്ലൊരു കോമ്പിനേഷനിലാണ് ഗപ്പി വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നമുക്കൊരു ഗ്ലാസ് പാത്രത്തിൽ ഇട്ട് നോക്കാം. എങ്കിൽ മാത്രമേ ആ ടെയിലിൻ്റെയൊക്കെ ആ ലെങ്ത്തും ആ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ.
ഓ അടിപൊളി. ഇതാ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഗപ്പികൾ. ഏകദേശം വൈറ്റ് ടക്സീഡോ ഒക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്ത പോലെ ഉണ്ട്. വൈറ്റ് ടക്സീഡോ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നല്ല അടിപൊളി ഗപ്പി വെറൈറ്റിയാണ്. ആ ഗപ്പിക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്ത പോലെ ഉണ്ട്. പിന്നെ ഇതിനെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗപ്പിക്കും റെഡ് ഐ, അതായത് അതിൻ്റെ ഫാദറിൻ്റെ ഐ ആൽബിനോ സ്നോ വൈറ്റ് ആണല്ലോ, ആൽബിനോ വെറൈറ്റി ആണല്ലോ, അപ്പോൾ ഒന്നിനും റെഡ് ഐ കിട്ടിയിട്ടില്ല, എല്ലാം ബ്ലാക്ക് ഐ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ഇയർ ഇറങ്ങിയിട്ടുണ്ട്, ഇയറിന് വൈറ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്കും ഇയർ കുറച്ചും കൂടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വൈറ്റ് ഇയർ ഡംബോ ആയിട്ട് ഇറങ്ങും എന്നൊരു പ്രതീക്ഷ. ഇനി നമുക്ക് ഇവർക്കൊന്ന് ഫീഡൊന്ന് കൊടുത്ത് നോക്കാം. മോസ്കിറ്റോ എല്ലാവരും ഫീഡായിട്ട് കൊടുക്കുന്നത് കണ്ടോ. മോസ്കിറ്റോ ഇട്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട്. നല്ല ആക്റ്റീവുള്ള ഫിഷ് വെറൈറ്റി ആയിട്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവരെ തിരിച്ച് നമ്മുടെ പഴയ ടാങ്കിലേക്ക് തന്നെ റിലീസ് ചെയ്യാം. കാരണം കുറച്ചും കൂടി ഗ്രോത്ത് വരാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർ ചിലപ്പോൾ ലെങ്ത്ത് വെക്കാൻ സാധ്യതയുണ്ട്, ഡോർസൽ ഫിൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു മാസം കൂടി ഗ്രോത്ത് കഴിയുമ്പോഴത്തേക്കുള്ള അപ്ഡേറ്റ്സ് ഞാൻ വീണ്ടും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ ബാക്കിയുള്ള മീനുകളുടെ കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ അപ്ഡേറ്റ്സ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഏകദേശം നല്ല എഫോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഏകദേശം 5 മാസം കൊണ്ട് ഞാനെടുത്ത കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ മീനുകളുടെ ക്രോസ് ബ്രീഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. ഇപ്പോൾ ഓൾറെഡി 4 വെറൈറ്റി മീനുകളെ ക്രോസ് ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും മടിക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.